ഏട്ടത്തിയമ്മ ഏട്ടനും ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാ. ദൈവം ഇവര് പരസ്പരം ഒന്നാവാൻ വേണ്ടി സൃഷ്ടിച്ച പോലെ ഉണ്ട്. അതെ അതെ, ബ്യൂട്ടിഫുൾ ഏട്ടനാന്റെ ഏട്ടത്തിയമ്മ, ലവ് ആൻഡ് ലവ് ഉള്ളി. നമസ്കാരം മുരളി. നമസ്കാരം. ഓക്കെ വന്നാട്ട്. ഓ വക്കീലിരുന്നാട്ട്. എന്താ വിഷയം? അതെ, ഇത് എന്റെ കൈവശമുള്ള 150 ഏക്കറിന്റെ ആധാരമാ. ഇത് വാങ്ങാനായി ഇപ്പൊ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഈ വസ്തു ഏതോ മറ്റേ ഡിസ്റ്റിലറിയോ അങ്ങനെ എന്തോ തുടങ്ങാൻ വേണ്ടിയിട്ടാ ചോദിക്കുന്നേ. അല്ല, ഒന്നെങ്കിൽ എനിക്കിത് അവർക്ക് വിൽക്കാം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ എനിക്ക് പാർട്ട്ണർ ആവാം. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഈ പ്രമാണം എടുത്ത് നോക്കിയത്. അപ്പോ എനിക്ക് ചില സംശയങ്ങൾ തോന്നി. അതുകൊണ്ടാ വക്കീലിനോടൊന്ന് വരാൻ പറഞ്ഞേ. എന്താ സംശയം? അല്ല, എനിക്ക് ഈ വസ്തുവെ ക്രയവിക്രയം ചെയ്യാൻ പറ്റുമോന്ന് ഒന്ന് അറിയണം. വസ്തു മുതലാളിയുടെ പേരിലല്ലേ, പിന്നെന്താ സംശയം? അങ്ങ് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്ക്. മുതലാളി, ഈ വസ്തുവില് മുതലാളിക്കായിട്ട് ഒന്നും ചെയ്യാനാവില്ലല്ലോ. ഇത് ഗിരിയുടെ അവന്റെ പെങ്ങന്മാരുടെ പേരിലുള്ള വസ്തുവല്ലേ? ഇത് വിൽക്കാനും കൈമാറ്റം ചെയ്യാനും മുതലാളിക്ക് സാധിക്കില്ല. ഈ വസ്തുവിന്റെ പേരിൽ എന്ത് ഇടപാട് നടത്തണമെങ്കിലും ഗിരിയുടെയും പെങ്ങന്മാരുടെയും ഒപ്പം നിർബന്ധമാണ്. ആനങ്ക പെടുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയല്ലേ മുതലാളി. നിങ്ങൾ കളിച്ചോ. ഗിരിയൻ എന്തെങ്ങനെ മാറിയിരിക്കുന്നേ? കടൽ ഇഷ്ടല്ലേ? കടൽ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെന്താ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ കളിച്ചോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. മടിയൻ. എനിക്ക് ബീച്ച് ഒരുപാട് ഇഷ്ടമാണ്. കടലിലേക്ക് നോക്കി ഇതാ ഇങ്ങനെ എത്ര സമയം ഇരുന്നാലും എനിക്ക് മടുക്കില്ല. അത് സിദ്ധുവിന് നന്നായിട്ട് അറിയാം. എനിക്ക് ബീച്ചിൽ വരണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ സിദ്ധുവിനോട് പറയും. സിദ്ധു അപ്പം തന്നെ എന്നെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും. സിദ്ധു അവനിപ്പോൾ എവിടെയാണോ എന്തോ. അവനെന്തു പറ്റി? അവനെന്താ എന്നെ കാണാൻ വരാത്തെ?
എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എത്ര ചിന്തിച്ചിട്ടും ഒന്നിനും ഒരു ഉത്തരം കിട്ടുന്നില്ലല്ലോ. ഏട്ടത്തിയമ്മ ഏട്ടനും ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാ. ദൈവം ഇവര് പരസ്പരം ഒന്നാവാൻ വേണ്ടി സൃഷ്ടിച്ച പോലെ ഉണ്ട്. അതെ അതെ, ബ്യൂട്ടിഫുൾ ഏട്ടൻ ആൻഡ് ഏട്ടത്തി അമ്മ, ലവ് ആൻഡ് ലവ് ഉള്ളി. സിദ്ധുവിനെ നമുക്കിനി കണ്ടുപിടിക്കാൻ പറ്റില്ല ഗിരിയേട്ടാ. നമ്മൾ ശ്രമിക്കുന്നുണ്ടല്ലോ പാറു, ഉടനെ കണ്ടുപിടിക്കാം. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, അവർക്ക് വെറുതെ സംശയം തോന്നണ്ട. ഏട്ടത്തിയമ്മ വാ. അവര് സന്തോഷിക്കട്ടെ ഗിരിയേട്ടാ. അങ്ങോട്ടേക്കൊന്ന് പോവല്ലേ? മോളെ സൂക്ഷിച്ച്.